ഉല്ലാസ് ബാബു തൃശ്ശൂരിൽ എന്തു പറ്റി? തൃശ്ശൂരിൽ തിളക്കമാർന്ന ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ തന്നെ 35 ഡിവിഷനുകളുടെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു BJPക്ക്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറ്റിടങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ തൃശ്ശൂരിൽ അത് കോട്ടമായി മാറി. എന്തു പറ്റി തൃശ്ശൂരിൽ BJPക്ക്? നമ്മൾ ആദ്യം ഇവരൊന്ന് ചർച്ച ചെയ്തതിന് ഒരു മറുപടി പറഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ച തൃശ്ശൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനായിട്ടുള്ള ഗോപകുമാർ സാറിനെയാണ് തന്നെ വിശാൽ ഭാസ്കർ പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയവാദം ഒരു വലിയൊരു പ്രശ്നമാണ്. ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി ശബരിമലയിൽ പോയി സംഗമം നടത്തിയ ചരിത്രം കുറച്ച് ദിവസം കൊണ്ട് എന്താ മറന്നുപോയ ഭാസ്കർ എന്നോ നിങ്ങൾ ചോദിക്കണം. ആ വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ തന്ത്രം വലിച്ചു തൂരി കളഞ്ഞില്ലേ ജനങ്ങൾ? ഇത് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. കാലങ്ങളായി നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും നിർത്തിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നിങ്ങളുടെ MM മണിയില്ലേ, മണി ആസാൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ ആളിന്ന് എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങളുടെ പെൻഷനും മേടിച്ച് തിന്നിട്ട് നിങ്ങൾ നന്ദികേട് കാണിച്ചു വോട്ടർമാരെന്ന്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഈ പെൻഷൻ കൊടുക്കുന്ന പൈസ. ഇവരുടെ AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന കാശാണോ ഈ പെൻഷൻ കൊടുക്കുന്ന പൈസ എന്ന് പറയപ്പെടുന്നത്? സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ സർക്കാർ അത് തന്നെ സൗകര്യപ്രകാരമാണ് ഇവർ ചെയ്യുന്നത്. 3 മാസം 4 മാസം 5 മാസം കഴിഞ്ഞ് സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ കൊടുക്കുന്ന കാശ് മേടിച്ച് തിന്നിട്ട് അത് നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞത് MM മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ജനം വിധി എഴുതിയപ്പോഴേ അവരുടെ മെക്കെട്ട് കയറുകയാണ്. അപ്പൊ തോൽക്കുന്ന സമയത്ത് ജനങ്ങളോട് കൊഞ്ചനം കുത്തുകയും ജയിക്കുന്ന സമയത്ത് ജനമാണ് എല്ലാം ശരിയെന്ന് പറയപ്പെടുന്ന നിലപാട് നിങ്ങൾ തിരുത്തിയില്ല. ഭൂരിപക്ഷ വർഗീയതയുടെ കാര്യം ഷാക്കിറും പറഞ്ഞിരുന്നു കേട്ടോ. ഹസ്കർ ഇപ്പോൾ ചർച്ചയിലില്ല, അദ്ദേഹം മറ്റു ചർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. ഷാക്കിറും ഇവിടെയാണ് പറഞ്ഞിരുന്നത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു അപകടകരമായ രീതിയിലേക്ക് പോകുന്നു എന്നാണ് ഷാക്കിറിന്റെ അഭിപ്രായം. ഇവിടെ ഷാക്കിറിനൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? ന്യൂനപക്ഷ വർഗീയവാദത്തിനെ ഒക്കെ തിരുത്ത് കയറ്റിവെച്ച് ഒരു രാജ്യത്തിന് അവിടെ മതരാഷ്ട്രമാണ് വേണ്ടതെന്ന് വാദിക്കുന്നവന് പിന്നാലെ നടന്ന് വോട്ടും പിടിച്ച് കിടക്കണം. ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത്? ഓരോ വിഭാഗത്തിന്റെ അടുത്ത് പോയിട്ട് പച്ചയ്ക്ക് പച്ച ബോർഡ്, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ബോർഡുകൾക്ക് ശൈലി മാറ്റുക, ഇതൊക്കെ ചെയ്ത് രാഷ്ട്രീയത്തിലെ സകലവിധ നാണം കെട്ട ജാതീയതയും കളിച്ച് ജയിച്ചു വരുന്ന ഈ ഷാക്കിറിന് ഇത് പറയാൻ യോഗ്യതയില്ല എന്ന് മാത്രമല്ല വാക്കിനൊരു വിലയും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ജാതിയെ വീട്ട് രാഷ്ട്രീയം കളിക്കുന്ന വിഭാഗത്തിന്റെ വക്താവല്ലേ അദ്ദേഹത്തിന് എന്ത് യോഗ്യത ഇതിനകത്ത് പറയാം? BJPയെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ വളരെ കൃത്യമാണ്. ഞങ്ങൾ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വികസിത കേരളം എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റ് വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നതനുസരിച്ച് ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പ്രവർത്തിച്ചു. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ സകലവിധ മേഖലയിലും എല്ലാവിധ ഗ്രാമപഞ്ചായത്തുകളിലും സാന്നിധ്യത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. തൃശ്ശൂരിൽ സമീപകാലത്ത് വലിയ നേട്ടമുണ്ടാക്കിയിട്ട് കോർപ്പറേഷനിൽ എന്തു പറ്റി? അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ? ഇല്ലെന്ന്. ഞങ്ങൾക്ക് തൃശ്ശൂരുണ്ടായിരുന്നത് 6 സീറ്റാണ്, ഞങ്ങൾക്കിപ്പോൾ 8 സീറ്റാണ്. പിന്നെ തൃശ്ശൂരിലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വിജയും തോൽവിയും നോക്കുമ്പോൾ തന്നെ അപ്പുറത്തെ വോട്ട് ഷെയറും കൂടി മഞ്ജുഷ് മനസ്സിലാക്കണം. ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം പരിപൂർണമായിട്ട് 11 സീറ്റിലേക്ക് പകർത്തരിപ്പണമാക്കിക്കൊണ്ട് അവർ കൃത്യമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അവിടെ ഉണ്ട്. എനിക്കതിനകത്ത് ഡീലഗീലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കൃത്യമായി ഇടതുപക്ഷം 11ലേക്ക് ഒതുക്കിക്കൊണ്ട് ഈ കോൺഗ്രസിനെ സഹായിച്ച് BJP അധികാരത്തിൽ വരരുത് എന്ന രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കിയിട്ടുണ്ട്. CPI പരസ്യമായി കോൺഗ്രസിന്റെ ഒപ്പം നിന്നത് പരസ്യമായി. അധികാരം നഷ്ടപ്പെട്ട് UDFനെ സഹായിക്കുന്ന രീതിയിലേക്കൊക്കെ CPI പോകുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അവിടെ ഭരണത്തിലിരുന്നത് LDF ആണ്. നോക്കൂ മഞ്ജുഷേ, LDF ഭരണത്തിൽ ഇരുന്നിരുന്നു. LDFന് തിരിച്ചു വരാൻ സാധ്യമാകില്ലെന്ന് LDFന് അറിയാം. BJPയുടെ മുന്നേറ്റമുണ്ടെന്ന് LDFന് അറിയാം. MP-യുടെയും കേന്ദ്രമന്ത്രിയുടെയും കൃത്യമായിട്ടുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയതും LDFന് അറിയാം. അപ്പോൾ അവരെന്താ ചെയ്തത്? അവരത് കൃത്യമായി കോൺഗ്രസുമായി സംസാരിച്ച് കോൺഗ്രസുമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി. എൻ്റെ വാർഡിൽ നോക്കൂ, 506 വോട്ട്, 1070 മുതൽ 506 വോട്ടുകളോളം എന്ന് പറഞ്ഞാൽ 48%, 47-48% വോട്ടുകൾ BJP സ്ഥാനാർത്ഥി വാങ്ങിക്കുകയാണ്. അവിടെ കോൺഗ്രസ് 300 നടന്ന കോൺഗ്രസ് 179ലേക്ക് പോയി. ഇവന്മാരെ മുഴുവൻ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ട് ചെയ്തിട്ട് താമരയെ വിടർത്താൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങളുടെ വോട്ട് ഷെയർ നോക്കിക്കോ. അഞ്ചുഷം നാളെ നിങ്ങൾക്ക് ഇത് ഉണ്ടല്ലോ, നിങ്ങൾ ചർച്ച ചെയ്തോ. പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ഒരു സംശയവും വേണ്ട, 26% വോട്ടിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ വോട്ട് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂരിനകത്ത് എല്ലാ ജില്ലാ പഞ്ചായത്തുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് ഷെയർ വളരെ
അല്ല, അതിന് സ്വാഭാവികമായിട്ട് ഈ രണ്ട് മുന്നണികൾ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് NDA പരിപൂർണമായി എല്ലാ മേഖലകളിലും സാന്നിധ്യം അറിയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കൺവർഷന് കുറച്ച് സമയം എടുക്കുക. അതിൽ തെറ്റുള്ള കാര്യമില്ല. ഇവർ വലിയേട്ടൻ ഇപ്പൊ ജയിച്ചിരിക്കുന്നു, കൊച്ചനിയും തോറ്റിരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി 2 പേരാണല്ലോ ഇവർ. പിന്നെ ഞങ്ങൾ തിരുവല്ലാമല ജയിച്ചെന്നേ, ഞങ്ങൾ അവണിശ്ശേരി 7-7 നിൽക്കുന്നു, പാർലമെന്റ് 6-6 നിൽക്കുന്നു, അതേപോലെ തന്നെ വല്ലച്ചർ 6-6 നിൽക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഒരുവിധം എല്ലാ മേഖലകളിലും കൃത്യമായ സീറ്റുകളോടുകൂടി തന്നെയാണ് ജയിച്ചു വന്നിരിക്കുന്നത്. അവിടെ ഞങ്ങൾ എല്ലാ ഗ്രാമപഞ്ചായത്ത്, കോലഴി ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് തൃശ്ശൂർ ജില്ലയിൽ, ഞങ്ങൾ 2 സീറ്റ് ജയിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഔണൂര് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, അവിടെ ഞങ്ങൾ വിജയിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങളില്ലാത്ത കൊണ്ടാഴി പഞ്ചായത്ത്, വരവൂര് പഞ്ചായത്ത്, അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ കൃത്യമായി സാന്നിധ്യം അറിയിച്ച് വിജയിച്ചിട്ടുമുണ്ട്. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഇത്ര കാലമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി എന്ന് പറയപ്പെടുന്നത് ഡെവലപ്മെന്റിനാണ്. ഞങ്ങൾ ഇവരുടെ പച്ച ഫ്ലക്സ് അടിച്ച് പച്ച വോട്ട് മേടിക്കുക, ചുവപ്പ് ഫ്ലക്സ് അടിച്ച് അപ്പുറത്ത് വോട്ട് മേടിക്കുക, ഇപ്പുറത്ത് മഞ്ഞ ഫ്ലക്സ് അടിച്ച് ഇവിടെ വോട്ട് മേടിക്കുക. ആ വക ഉടായിപ്പ് രാഷ്ട്രീയത്തിന് തൃശ്ശൂരിൽ BJPയുടെ വിജയമുണ്ടാകുമെന്ന് BJP കേന്ദ്രങ്ങൾ അല്ലേ അവകാശവാദം ഉന്നയിച്ചതാണ്. ഇതിന് ഉല്ലാസ് ബാബു ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവിടെ LDF UDF ഒരു സഹകരണം ഉണ്ടായെന്ന്. കേരളം മുഴുവൻ എടുത്തു നോക്കിയാൽ തന്നെ ഇങ്ങനെ പരസ്പര സഹായ പദ്ധതി അത് ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല ശ്രീ മഞ്ജുഷ്. LDF UDF സഹായ സഹകരണ പദ്ധതി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കേരളത്തിന്റെ ഇന്ത്യയുടെ മൊത്തം ചരിത്രം മാറ്റി നിർത്തുക. അവിടെ BJPക്കെതിരെ ഇന്ത്യ മുന്നണി കക്ഷികൾ യോജിച്ച് പ്രവർത്തിക്കും. പക്ഷേ കേരളത്തിൽ ഒരു UDF പ്രവർത്തകന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകന്റെ ഏറ്റവും വലിയ ശത്രു BJP പ്രവർത്തകനല്ല, അത് CPM പ്രവർത്തകനാണ്. CPM ഒതുക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ CPM ഇല്ല. അതുകൊണ്ട് ഇവിടെ CPM-ഉം കോൺഗ്രസും BJPയെ നേരിടാനായി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂരെന്നല്ല, തിരുവനന്തപുരത്തെന്നല്ല, ഒരിടത്തും പ്രായോഗികമല്ല. ഇവിടെ തിരുവനന്തപുരത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ മുമ്പ് ക്രോസ് വോട്ടിംഗ് ഉണ്ടായി. തിരുവനന്തപുരത്തെ കുറിച്ച് ഒരു കാര്യം നേരത്തെ പറഞ്ഞതല്ലേ. അതല്ലേ, അങ്ങനെയല്ല നേമത്ത് ജയിച്ചത് ശിവൻകുട്ടി, എന്നിട്ട് ഇല്ലാന്നാ പറയാ. നേരെ എന്തിനാണ് സാർ നേമം മണ്ഡലത്തിൽ പിന്നെ K മുരളീധരൻ മത്സരിച്ചു. UDF-ന്റെ വോട്ട് കൃത്യമായി UDF-ന് പോൾ ചെയ്യാൻ K മുരളീധരൻ സാന്നിധ്യം സഹായിച്ചു. LDF-ന്റെ വോട്ട് LDF-ന് പോൾ ചെയ്തു. അവിടെ BJP പരാജയപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് UDF-ന്റെ കടന്നുവരവ് നേമം മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ BJPക്ക് തിരിച്ചടിയായി എന്ന് കരുതാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ വൻതോതിൽ CPI-യുടെ വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചു എന്ന് പറഞ്ഞാൽ നോക്കൂ, CPI-യുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. കൊല്ലം ജില്ലയിൽ വേണ്ട മുന്നാക്കം നേടാൻ CPM-നും CPI-ക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. CPI-യുടെ അവശേഷിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്തുകളിൽ 2 ജില്ലകളാണ് കൊല്ലം ജില്ലയും തൃശ്ശൂർ ജില്ലയും. അവിടെ തൃശ്ശൂർ ജില്ലയിൽ LDF-ന്റെ മുഖ്യ കക്ഷികളിലൊന്നായ CPI-ക്ക് കാലിടറി എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI-യുടെ വിലപേശൽ ശക്തി എവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ട് ആ രീതിയിലുള്ള സഹകരണം അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ, എളവള്ളി പഞ്ചായത്തിലെ, വെങ്കടങ്ങ് പഞ്ചായത്തിലെ CPI വിമതന്മാരാണ് മത്സരിക്കുന്നത് CPM-നെതിരെ. ഈ സാർ അത് മനസ്സിലാക്കാതെയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള ആളാണ്. ഞാൻ അതിന്റെ പ്രശ്നം ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇല്ല.